ഡെയിലി റൂട്ടീന് കുറച്ച് ചേഞ്ചസ് അത് കുറച്ച് നാളായില്ല വ്ളോഗിൽ വന്നിട്ട് അപ്പൊ കുറച്ച് യൂസ്ഡ് ആവും. എല്ലാം പറക്കിയെടുക്കുക ഞാൻ. അയ്യോ എനിക്ക് ഇന്നസെന്റിന്റെ ഓർമ്മ വേദുന്റെ മസിൽ കാണിക്ക് വേദു അമ്മക്ക്. വേദു വാ ഇതാണ് മസിൽ. ഹായ് ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് സ്പെഷ്യൽ വേദൂസ് വ്ളോഗ് ആണ്. ഇന്ന് ഞങ്ങള് വേദുവിന് കുറച്ച് ചേഞ്ചസ് ഒക്കെ പുതിയതായിട്ട് വേദുവിന് ചേഞ്ചസ് ഒന്നുമില്ല, വേദുവിന്റെ ഡെയിലി റൂട്ടീനിൽ ചേഞ്ചസ്. ഡെയിലി റൂട്ടീൻ വേദുവിനല്ല, സോറി ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാ. ഡെയിലി റൂട്ടീന് കുറച്ച് ചേഞ്ചസ് അത് കുറച്ച് നാളായില്ല വ്ളോഗിൽ വന്നിട്ട് അപ്പൊ കുറച്ച് യൂസ്ഡ് ആവും. എല്ലാം പറക്കിയെടുക്കുക ഞാൻ. അയ്യോ എനിക്ക് ഇന്നസെന്റിന്റെ ഓർമ്മ. അപ്പൊ വേദുവിന്റെ ഡെയിലി റൂട്ടീനില് നമ്മള് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അനുബന്ധിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതെ, അതല്ലാതെ വേദുവിന് കുറച്ച് സർപ്രൈസും ഉണ്ട്. സോ ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ്സും ഉണ്ട്. അപ്പൊ വേദുവിന് ഒരു വേദൂസ് റൂട്ടീൻ ആൻഡ് വേദൂസ് ഒരു സ്പെഷ്യൽ വ്ളോഗ് ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സാധനം കാണിക്കാം. സാധനങ്ങൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വേദുവിനൊപ്പം ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോ ക്ലോത്ത് ഡൈപ്പേഴ്സ് ആണ് യൂസ് ചെയ്യാറ്. അപ്പൊ കുറെ പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഏത് ഡൈപ്പർ ആണ് യൂസ് ചെയ്യുന്നതെന്ന്. അതാണ് ഈ സൂപ്പർ ബോട്ടം. ഇതാണ് ആക്ച്വലി സൂപ്പർ ബോട്ടത്തിന്റെ റീയൂസബിൾ ഡൈപ്പർ. ഇത് കണ്ട, ഇത് ആക്ച്വലി 3 months തൊട്ട് 3 years വരെ ഉപയോഗിക്കാം. അതിനകത്ത് ഇതുപോലെ പാഡ്സ് ഉണ്ട്, സോ ദാറ്റ് ലീക്ക് ആവില്ല. ബെസ്റ്റ് പാർട്ട് ദാറ്റ് സേവ്സ് ലോട്ട് ഓഫ് മണി. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. കോട്ടൺ ആയതുകൊണ്ട് വല്ല അലർജി ഒന്നും വരില്ല. ആൻഡ് അഡ്ജസ്റ്റും ചെയ്യാം, അല്ലേ പറയാ. പിന്നെ വേറൊരു ഗുണം എന്താ അറിയോ, റാഷസ് ഉണ്ടാവില്ല. കോട്ടനും കൂടെ ആയതുകൊണ്ട് ഇതിപ്പം കുറച്ച് വലുതായി ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇനി നമുക്ക് ടൈറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കയറ്റി വിടാം. അപ്പൊ ഞങ്ങളിപ്പോ വേദുവിന് ഇപ്പോഴാണ് പോട്ടി ട്രെയിനിങ് തുടങ്ങിയിരിക്കുന്നത്. കുറച്ച് ലേറ്റ് ആയി, കാരണം നമ്മുടെ യാത്രയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ കൊണ്ട് നമുക്ക് അത് കൺവീനിയന്റ് അല്ലായിരുന്നു. ഇപ്പൊ നമ്മള് പോട്ടി ട്രെയിനിങ് തുടങ്ങുവാണ്. അതിന് മെയിൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനം ആണ് ഞാനിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പാഡഡ് അണ്ടർവെയർസ് ആണ്. ദിസ് ഈസ് പാഡഡ് അണ്ടർവെയർ. ഇത് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ എന്താണെന്നറിയോ, ഡൈപ്പേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അവര് ഡൈപ്പറിൽ തന്നെ അവരുടെ പോട്ടിയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അണ്ടർവെയർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ല, പെട്ടെന്നൊക്കെ ആവുമ്പോഴേ. അപ്പൊ അവര് അണ്ടർവെയർ മെസ് ആവും. ഇതാകുമ്പോ അതിന് രണ്ടിനും നടുക്കാണ്. ഇതിൽ നമുക്ക് ഈ പാഡ്സ് ഉള്ളതുകൊണ്ട് അവർ ഒരു പി വരെ അത് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യും. പിന്നെ നമുക്ക് അപ്പൊ തന്നെ ചേഞ്ച് ചെയ്യാലോ. പാഡ് ഉണ്ട്, അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഇത്. നമുക്ക് എല്ലാരും ട്രൈ ചെയ്യാം. ഭയങ്കര ഹെൽപ്ഫുൾ ആണ് പോട്ടി ട്രെയിനിങ് ഈ സംഭവം, അല്ലെ? വേദു ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. നിങ്ങൾ എല്ലാരും സൂപ്പർ ബോട്ടം ട്രൈ ചെയ്യുക. പിന്നെ ഈ SBORU10 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ 10% ഓഫ് കിട്ടും. അതിന്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്രിയ, ഇത് അടിപൊളിയല്ലേ? ഇന്ത്യസ് ഫസ്റ്റ് ലോണ്ടറി ഷീറ്റ് ആണ്. നോ ടോക്സിൻസ് ആണ്. കുട്ടികൾക്ക് ഭയങ്കര നല്ലതാണ്, കുട്ടികളുടെ തുണി വാഷ് ചെയ്യാനായിട്ടും. ഇത് ജസ്റ്റ് വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മതി. അതും വാഷ് ചെയ്യാൻ ഈസി ആയിട്ട് വാഷ് ചെയ്ത് കിട്ടും ചെയ്യും. സോ ഇതും അടിപൊളി സാധനമാണ്. കണ്ട, ഇത് ഇട്ടാ മതി. ടോട്ടൽ ടോക്സിൻ ഫ്രീ ആണ്. അധികം ഈ ലാദർ ഒക്കെ വന്ന തുണിയിൽ ഒട്ടിയിരിക്കില്ല. കുട്ടികൾക്ക് ബെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത സർപ്രൈസിലേക്ക് പോവാം. എല്ലാരും സൂപ്പർ ബോട്ടം ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. അതെ, അപ്പൊ വേദു ഒരു സാധനം വാങ്ങിയല്ലോ. വേദുവിന്റെ പുതിയ സാധനമാണ്. ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. കാണിച്ച എല്ലാരും നൈഷാണാ? നമുക്ക് നോക്കാം. ഇത് എന്താന്നറിയോ വേദു? എന്താ? സ്ലൈം പോലത്തെ സാധനം, പക്ഷെ ടബിൽ ഇട്ട് കഴിയുമ്പോ ഇതൊരു ടൈപ്പ് സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഹാംലീസ് നമ്മൾ വാങ്ങിയാണ്. സോ ഇറ്റ് ഇസ് ലൈക്ക് സ്റ്റെയിൻ ഫ്രീയും അങ്ങനെ ഇറിറ്റന്റും ഒരു കുഴപ്പമില്ല. ഇത് കുറെ റിവ്യൂസ് ഒക്കെ കണ്ട് വായിച്ചതാ, പക്ഷെ ഇറ്റ് ഗോയിൻ ബി ഫൺ. ഇതിന്റെ അത് 2 എണ്ണം ഉണ്ട്. അപ്പൊ വേദു പിടിച്ചോ. വേദു ഹാപ്പി ആടാ? വേദുവിന്റെ കുറെ പുതിയ സാധനങ്ങളാണ് ഇത് വരിക പോലെ. ബാത്റൂമിൽ പോയിക്കോ പയ്യെ പോണേ. അപ്പൊക്ക് അറിയില്ല ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പയ്യെ ടബിൽ പയ്യെ കേറ്. ഓ ചാടണ്ട. ഓ പേടിയോ? എന്തിനാ ഇത്രയും പേടി? എല്ലാ ദിവസവും ടബിൽ കൊടുക്കുന്നത് പേടിയാണോ? അതേപോലെ സ്ലൈം എടുക്കാനുള്ള നമ്പറാന്ന് എനിക്ക് അറിയാം കേട്ടാ. കള്ളത്തരാത്. വാ
ഇതിൽ ഇൻസ്ട്രക്ഷൻസ് വെച്ച് ആദ്യമേ ഇതില് വെള്ളം നിറയണം, എന്നിട്ട് നമ്മളിത് സ്പ്രിങ്കിൾ ഇടണം, എന്നിട്ട് കളിക്കണം. അത്രേ ഉള്ളൂ. ആ വേദുവിന് ഏതാ വേണ്ടേ? റെഡ് ആണോ? റെഡ് കളർ ഇടാം അല്ലേ? അയൺമാൻ കളർ. ഓക്കെ, ആ ഇടാം. അത് ഫുള്ളാവണം ടബ്. സമാധാനം, പേഷ്യൻസ്. പേടിയത് വേണ്ട. ഇത് നോക്ക്, ഇതില് ഇത് ആക്ച്വലി ഇത് ഫുള്ള് 40 ലിറ്റർ എന്നാ പറയുന്നത്. പക്ഷെ ഇത് ചെറിയ ടപ്പായതുകൊണ്ട് അത്രയും വേണ്ടി വരില്ല. ഇതിപ്പോ നമ്മള് ഹാഫ് ഇട്ട് നോക്കാം. ജെല്ലി പോലെ നോക്കട്ടെ എങ്ങനെ ആവും നോക്കട്ടെ. പേടിക്കാനില്ല. നാണക്കേട വേദു. അമ്മ ചെറുതായിരുന്നെങ്കിൽ അമ്മ കയറി ഇരുന്നേനെ ഇപ്പൊ അല്ലേ? അമ്മ ഇരുന്നേനെ അപ്പ ഇരുന്നേനെ. പക്ഷെ ഇരിക്കാൻ പറ്റില്ലല്ലോ. വേദു വാ, കൈയിട്ടോക്ക്. എടാ പേടിക്കണ്ട. എന്താ പേടിക്കണ്ട? പക്ഷെ കുറച്ച് കഴിയുമ്പോ ജെല്ലിയാവും. ഷാർക്ക് റെഡ് ആവും, ഹൾക്ക് റെഡ് ആവും. റെഡ് ആയാ വേദു? ബ്ലൂ ഷാർക്ക് റെഡ് ഷാർക്ക് ആയാ? ഇതിപ്പോഴും വെള്ളം പോലെയാണ്. ജെല്ലി ആവുമായിരിക്കും. 5 മിനിറ്റ് കഴിഞ്ഞാൽ മതി. അതിലേക്ക് കുറച്ചും കൂടെ ഇടാം. കുറച്ച് കഴിഞ്ഞ് നല്ല രസമുണ്ടല്ലേ? എനിക്ക് തന്നെ കളിക്കാൻ തോന്നും. ഇത് ഡെഫിനറ്റ്ലി ഹാംഫുൾ ഒന്നല്ല. ഞാൻ കൊറേ നോക്കിട്ടാ നൈസല്ലേ? വേദില് വേറെ ടോയ്സ് തരട്ടെ? നോക്കട്ടെ. ഈ ബക്കറ്റില് കുളിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന. വേദിന്റെ എല്ലാം പൊട്ട ടോയ്സിന്റെ അകത്തുണ്ട്. ഇതൊക്കെ വേണം. അയ്യോ ഷാർക്ക് സ്വിമ്മിങ്. അയ്യോ ബോളിങ്ങനെ അടയ്ക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോവത്. ജെല്ലിയായി തുടങ്ങി പറയാ. ഫേവറേറ്റ് ഡെസേർട്ട് സ്ട്രോബെറി ജെല്ലി പോലെ ഇല്ലേ? ആ ബോളിനകത്ത് നിറച്ചു കഴിഞ്ഞാൽ അത് ബോൾ മാതിരി വരില്ലേ ജെല്ലി? അതൊന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ആയി കേട്ടാ. ജെല്ലി പോലെ ആയി തുടങ്ങി. അപ്പൊ he will be stuck there, no? No, it is not like that. ഇതെന്താ quicksand cement ആ stuck ആവേ. Wow, this is so cool. നോക്കിക്കേ. നോക്കട്ടെ കൈ തന്നെ. I feel like eating it. Yeah. ഇത് നോക്ക്, ഇത് തൊട്ട് നോക്ക്. Wow. ഇനിയിപ്പോ വേദം ഇതൊന്നും ഇറങ്ങത്തില്ല കേട്ടോ. പ്രശ്നം എന്ന് അറിയോ? ഇനി വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഏകദേശം ഇങ്ങനെ ഒരു കുളിക്ക് 400-500 വരും. അയ്യോ ഇനിയിപ്പോ എന്ത്? എന്താണിത്? This is so cool, no? Actually, you know what? Full bathtub ഇല്ലേ? അതാ നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോവാം. എന്നിട്ട് ഫുൾ ബാത്ടബിൽ ഇട്ടിട്ട് ഇത് ഇടാം. അടിപൊളിയായിരിക്കും. അടിപൊളി. എന്ത് ഫീലിംഗ് ആയിരിക്കും? എടുക്കാം. അടിപൊളി. ഒന്നും ആവില്ല പറയാ. ഇതില് ഇവരിതിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2 ഉണ്ട്. സ്റ്റെപ്പ് 1 പൊടിയാണിത്. ഇത് ഡിസോൾവ് ചെയ്യണമെങ്കിൽ സ്റ്റെപ്പ് 2 പൊടി ഇടണം. പക്ഷെ ഞാൻ ഇതിന്റെ അകത്ത് നോക്കിയപ്പോൾ 2 സ്റ്റെപ്പ് 1 ഉള്ളൂ. ഇനിയിപ്പോ ഇത് അങ്ങനെ വന്നേ ഉള്ളൂ എന്ന് അറിയില്ല. വേണ്ട, ഇതിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റെപ്പ് 2 പൗഡർ ഉണ്ടെന്ന്. പക്ഷെ ഇതിന്റെ അകത്ത് 2 സ്റ്റെപ്പ് 1 പൗഡറാ. അതെന്താന്ന് അറിയില്ല. അത് കുഴപ്പമില്ല, നമുക്കിത് കളയാം. വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. വേണ്ട, ബെസ്റ്റ് ആണ്. ഇനിയിപ്പം ഇവര് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പൗഡർ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുറച്ച് 4 സ്പൂൺ ഉപ്പിട്ടാൽ മതി അതിലേക്ക്. ഉപ്പിട്ടിട്ട് അപ്പോഴേക്ക് ഇതൊക്കെ ജെല്ലിയൊക്കെ വെള്ളം പോലെ ആയിക്കോളൂ. അപ്പൊ ഡ്രെയിൻ ചെയ്യാൻ എളുപ്പമല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇത് നോക്കിക്കേ, ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ശരിക്കും ജെല്ലി പറയാ. നോക്ക്, അപ്പൊ ഇത്രയും ഇട്ടാൽ മതി കറക്റ്റ് ആയിട്ട്. വേദനപ്പോ ഇത് ഒരു പാക്കറ്റ് വാങ്ങിയാൽ 4 തവണ ഉപയോഗിക്കാം. ഇത് നൈസ് അല്ലേ? അങ്ങനത്തെ വേറെ ഉണ്ട്, പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ഏതാണത്. വേദു നൈസ് ആണോ? അതാ പറഞ്ഞ എല്ലാം പേടിച്ചിരിക്കരുത്. തംസപ്പ് കാണിക്ക്, ഇങ്ങനെ കാണിക്ക്. വെള്ളം ഇപ്പൊ ഒഴിക്കില്ല, അപ്പൊ ഒഴിക്കില്ല. ഓക്കെ.
ഇതാണ് വേറെ കണ്ട, ഇത് ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിയാണ്. ഇത് പക്ഷെ ക്രാക്കിൾ ആൻഡ് പോപ്പ്. നമ്മുടെ പണ്ട് ഒരു മാജിക് പോപ്പ് പോലത്തെ സാധനമില്ല, വായിലിടുമ്പോ പൊട്ടിത്തെറിക്കുന്ന ഒരു ടൈപ്പ് ക്രാക്ക്, അതുപോലെ ആയിരിക്കും. ഇത് ഞാൻ വേറെ ഒരു വ്ളോഗിൽ കാണിക്കാം. പക്ഷെ ഇതൊക്കെ എന്തൊരു ഫണ്ണല്ല, ഇത് കണ്ടിട്ട് എനിക്ക് വിളിക്കാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങിയത്. ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇനി നല്ലൊരു പാട്ട് പാടുമ്പോൾ ഇതൊക്കെ വാങ്ങി വിളിക്കുന്നതായിരിക്കും. സോ കൂൾ ഓൾ ദിസ് ഇസ്. ഇത് 6 തവണ ഉപയോഗിക്കാം. സോ ദാറ്റ് ഇസ് ഓക്കെ. ഇതിന് 500 രൂപ, പക്ഷെ 6 തവണ ഉപയോഗിക്കാം. അല്ല, കുട്ടികളുടെ എൻജോയ്മെന്റ് ആണെങ്കിൽ വേറെ ലെവലില്ല. സോ ഹാപ്പി, ഭയങ്കര എക്സൈറ്റഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. കണ്ട പറയാ, ഇതാ പറയാ പൊട്ടിത്തെറിക്കുന്നത്. അവിടെ വായിൽ പണ്ടിടുമ്പോ ഒരു പൊട്ടിത്തെറിക്കുന്ന മിഠായില്ലേ, അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യണം കേട്ടാ. തപ്പി പോകുമ്പോ ശബ്ദം കേൾക്കും, ടക്ക് 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 എന്ന് പൊട്ടും, തെറിക്കും, വെള്ളം തെറിക്കും ചെറുതായിട്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വാവ്, കാണിച്ചപ്പനെ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. വാവ്, ഇത് ജെല്ലി അല്ല, ഒരു ക്രീം ജെല്ല് പോലെ ഇരിക്കുന്നു. മണമൊന്നും ഇല്ല കേട്ടോ, സ്ട്രോബെറിയുടെ മണം കാണുന്നത്. ന്യൂട്രൽ സ്മെല്ല. അത് ചിലപ്പോ ഈ നാച്ചുറൽ ബയോഡിഗ്രേഡബിൾ ഒക്കെ ആയ സംഭവം കൊണ്ടായിരിക്കും. സ്മെല്ലൊന്നും അവർ ഒരു ആർട്ടിഫിഷ്യൽ സാധനം ആഡ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. നൈസാണോ? ഇറങ്ങണോ ഇപ്പൊ? ഇറങ്ങണോ അതോ കളിക്കണോ? ഓക്കെ, കുറച്ചു നേരം കൂടെ കളിച്ചോ കേട്ടാ. അതിനപ്പൊ ഇതിന് വേറൊരു സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പറ്റില്ല, അത് കുളിച്ചു കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പക്ക് വേണ്ട. അപ്പക്ക് കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പ എങ്ങനെ വീഡിയോ എടുക്കും? No give you kai. No give you kai. Ngata. Hi. ഇത് മിക്കവാറും എല്ലാ കുട്ടികളും പാരന്റ്സോട് പറയും വാങ്ങി തരാൻ. നൈഷാണോ? നൈഷ കേട്ടോ, മോൻ കളിച്ചോ? ഫിനിഷ് ആയോ? ഓക്കെ, ഇനി നമുക്ക് ഉപ്പിട്ട് നോക്കാം. ഉപ്പിടാനല്ല, ഉപ്പിട്ട് നോക്കാം. ഓക്കെ, നോ ഗിവ് യു, ഐ വിൽ പുട്ട്. എന്ത് വേണ്ട? കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നോക്കട്ടെ എങ്ങനെയുണ്ടെന്നത്. പോവോ നോക്കട്ടെ, എല്ലാം വെള്ളം ആവോ നോക്കട്ടെ. അയ്യോ, ഇവിടെ നിന്ന് തുറക്കണം. ഡിസോൾവ് ആവുന്നുണ്ട് കണ്ട, തിക്നെസ് ഒക്കെ പോയി തുടങ്ങി. എളുപ്പപ്പണിയാണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് ഈസി ആയിട്ട് ട്രെയിൻ ചെയ്ത് തുടങ്ങി. കണ്ട, തിരിച്ച് തിക്നെസ് ഒക്കെ പോയി വെള്ളം പോലെ ആയി തുടങ്ങി. അടിപൊളി, നൈസ് അല്ലേ? അടിപൊളിയാന്ന് പറ. ആ, ഫിനിഷ് ആയില്ലേ? വെയിറ്റ് കണ്ട, ഇറങ്ങുന്നില്ല. തിരിച്ച് ഫുൾ വെള്ളമായി കണ്ട. അപ്പൊ ഒരു കുഴപ്പമില്ല, സംഭവം ഡ്രെയിൻ ചെയ്യാനും എല്ലാം എളുപ്പമാണ്. ബാ, എഴുന്നേക്കാം. മോന് ടോയ് വേണ? എന്നാ ചാരി ഇരിക്ക്, ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കണം കേട്ടാ. അപ്പൊ ടോയ് എടുത്തോണ്ട് വരും. ഇനി തൊട്ട് സുഷു വെക്കുമ്പോ അപ്പി എവിടെ ഇടും? ആ, ഗുഡ് ബോയ്. സുസു വെക്കുമ്പോ അപ്പനോട് പറയോ? ആ, അവിടെ വെക്കണം കേട്ടാ. ഇരുന്ന് അപ്പ ടോയ് എടുത്തോണ്ട് വരാം കേട്ടാ. യെസ്, എന്തൊരു ഇത്ര എക്സൈറ്റ്മെന്റ് വേണ്ടാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ, അടി കിട്ടുവോ? ടോയ് തരാം, വെയിറ്റ്. ആ, ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്. ഓട്ട കണ്ടിട്ട് നോക്കരുത്. ഓപ്പൺ യുവർ ഐസ്. ഇതെന്താ സംഭവം അറിയോ? പ്ലേഡോ ആണ്, ലൈക് ക്ലേ, സേഫ് ക്ലേ. പക്ഷെ വേദന കുക്കിംഗ് ഇഷ്ടമല്ലേ? സോ വാഫിൾ മേക്കേഴ്സ്, പാൻ കേക്ക് മേക്കേഴ്സ്, ക്ലേ ഒക്കെ ആ ഒരു മോൾഡ് കിട്ടും, ആ ഷേപ്പിൽ ഉണ്ടാക്കും ചെയ്യാം. നമുക്ക് നോക്കാം വേദു എന്താ ചെയ്തത്. ഇതെന്താ ചെയ്യാൻ പോണ വേദു? ഓപ്പൺ ചെയ്യട്ടെപ്പാ, നോക്കട്ടെ, കാണിക്ക്. പ്ലേഡോ. ഓക്കേ, നൈസ്. അന്ത് ദിയക്ക് ഇതൊരെണ്ണം വാങ്ങി, പക്ഷെ അതും സാധാരണ ക്ലേന്റെ ആയിരുന്നു. ഇത് ഞാൻ അറിഞ്ഞോണ്ട് ഫുഡിന്റെ വാങ്ങിയതാ. നമുക്ക് നോക്കാം, അൺബോക്സ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. നോക്കട്ടെ, അൺബോക്സിംഗ് എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഇത് എന്തൊക്കെയാന്ന് നോക്കട്ടെ. ധൃതി നോക്കാല്ലേ? അപ്പക്ക് മോനൊക്കെ ധൃതി. ആ, ഇത് വാഫിൾ മേക്കർ. ഓക്കെ, ഇതിന്റെ അകത്ത് പ്ലേഡോ ഇട്ടിട്ട് വാഫിൾ ഉണ്ടാക്കാം. കാണിച്ചു തരാം, അത് കാണിച്ചു തരാം. ഇത് എന്താണ്? ഇത് എഗ്. ഇത് പ്ലേറ്റ് സെർവ് ചെയ്യാൻ. ഇത് ടോസ്റ്റ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിക്കാണേ. നമുക്ക് ആദ്യമേ ഇതെടുക്കാം.
ഓക്കെ, ഇത് എടുത്തിട്ട് നോക്കിക്കോ, ഇതിങ്ങനെ പൊട്ടിക്ക്, പിടിച്ചോ. എന്നിട്ട് വേദം ഇത് പിടിക്ക്, എന്നിട്ട് ഇതിൽ ഇങ്ങനെ വെക്ക്, ഇങ്ങനെ 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 വെക്ക്. ആ ഇൻട്രസ്റ്റ് നോക്ക്, ഇൻട്രസ്റ്റിൽ കിടന്നു. ഇങ്ങനെ ഇങ്ങനെ വെക്ക്, ഇങ്ങനെ ഇങ്ങനെ ബിഗ് ബിഗ്. എന്നിട്ട് വേദം ഇത് അടയ്ക്ക്. അപ്പൊ അത് വാഫിൾ ആവും. ഇതടയ്ക്ക്, ഇതടയ്ക്ക്, ഇതടയ്ക്ക്. ഇങ്ങനെ അടച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഷേപ്പ് വരും. നോക്കട്ടെ, വരും തോന്നുന്നു. എവിടെ? അത് കറക്റ്റ് വെക്കണം. എനിക്കൊന്ന് കുറച്ച് കൂടുതൽ വെച്ചാലേ ഓൾമോസ്റ്റ് വന്നു. എന്നിട്ട് നമ്മൾ ഇതില് അവര് ഫോക്ക് സ്പൂണൊക്കെ തരും. അയ്യോ, അമ്മ പാപ്പം. വേദു അമ്മക്ക് പാപ്പം ഉണ്ടാക്കി തരുമോ? വേദു വാഫിൾ ഉണ്ടാക്കി തരുമോ? പാൻ കേക്ക് ഉണ്ടാക്കി തരുമോ? ഇത് കളിക്കാനുള്ളതാണേ ഉണ്ണി ഏട്ടാ. ഓക്കെ, അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട്. വൈറ്റ് ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് പ്രസ് ലൈക്ക് ദാറ്റ്. അങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് നോക്കൂ. പക്ഷെ അത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല, അത് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. ഇനി പ്രസ് ചെയ്യാം. ആ തരാം നോക്കട്ടെ, ഇതിങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് നോക്കട്ടെ. വേദു നോക്ക്, ഇതൊക്കെ വരുന്ന പുതിയ ടോയ്സാ. മനുഷ്യന്മാരെയൊക്കെ പതുക്കെ മാറ്റില്ല, എന്നാലും ഇങ്ങനത്തെ കൂടെ കളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് അല്ലേ. ഫുൾ പുതിയ റൂട്ടീൻസ്. അതേ വന്നു. സ്പൂൺ വെച്ചെടുക്ക്. അങ്ങനെയാണോ ഉണ്ണി? എന്നിട്ട് പ്ലേറ്റ് വെച്ചോ. അപ്പൊ 2 പാപ്പമായി. എന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് പാത്രത്തിലാക്കി വെക്കാം. അപ്പൊ കേടാവില്ല. അമ്മക്ക് അപ്പാക്ക് പാപ്പം ഉണ്ടാക്കി. കളർ അനുസരിച്ചാണ് ഇതിന്റെ ക്യാപ്പും വന്നിരിക്കുന്നത്. ബ്ലൂ, യെല്ലോ, എത്ര കളേഴ്സാ? റെഡ്, വൈറ്റ്, 4. എഗ്, വാഫിള്, അതിൽ തന്നെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കണ്ട എല്ലാം ഉണ്ട് അതില് തന്നെ. നൈസ് അല്ലേ? വെരി നൈസ്. അപ്പൊ ഇവിടെ പാപ്പ ഉണ്ടാക്കാൻ എന്തെങ്കിലും ടോയ് വാങ്ങുമ്പോ കൊറേ നേരം ഇരുന്ന് കളിക്കാനുള്ളതായിരിക്കണം വാങ്ങേണ്ടത്. ഇത് കുറച്ച് കഴിയുമ്പോ യിൽ ഗെറ്റ് ബോർഡ്. പിന്നെ 1-2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കളിക്കില്ല. ഇതാവുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. വേദു ഓപ്പൺ ചെയ്യാം. അപ്പൊ പ്രിയ ഇരുന്ന് കളിച്ചോ, ഞാൻ വേദുവിന്റെ ഫുഡ് റെഡിയാക്കാം. എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുവാണ്. ഞാൻ വേദുവിന് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫുഡും നമ്മളൊരു വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. അതില് വേദുവിനെ കുറച്ചൊന്ന് റെഡിയാക്കണം, മസിലൊക്കെ വെപ്പിക്കണം. സോ ആ ഒരു ഫുഡിന്റെ റെസിപ്പി സിമ്പിൾ ആണ്, പക്ഷെ അത് കാണിച്ചു തരാം. അപ്പൊ വേദുവിനോട് ആരെങ്കിലും ഇരുന്ന് കളിച്ചാല് അത് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് വേദുവിനോട് ഇരുന്ന് കളിക്കുന്നതാണ് കുക്കിംഗ് കാട്ടി പടി. കുക്കിയാകുമ്പോ 5 മിനിറ്റ് കാര്യം തരും. വേദിന്റെ കൂടെ കുളിപ്പിക്കാനാണെങ്കിലും വേറെ ഒന്നിനും ഭക്ഷണം കൊടുക്കാനാണെങ്കിലും പാടില്ല അല്ലേ? പേഷ്യൻസ് അങ്ങേ അറ്റം വേണം. അതുകൊണ്ട് പ്രിയ ഇരുന്നോ, ഞാൻ പോയി ഫുഡ് കൊടുക്കുന്നത് ഞാൻ കൊടുക്കണം. ഇത് വെച്ചാ മതി. അതിനല്ല, ഇത് ഇവിടെ വെക്കുക, പിങ്ക് അവിടെ വെക്കുക, എന്നിട്ട് വൈറ്റ് നമുക്ക് ഇവിടെ വെക്കാം കുറച്ച്. ഇനി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല. എന്നെ വേദുന്റെ കൂടെ കളിക്കാനിരുന്നുണ്ടല്ലോ, ബാത്റൂമിലും കൂടെ പോവാൻ വിടില്ല വേദു. ഇവിടെ വെക്ക്. If I go to the bathroom, you know what he does? He comes with this. ബാത്റൂമിൽ വരും കളിക്കാൻ. എന്നിട്ട് പ്രസ് ചെയ്യ. ശക്തി മസിലുണ്ടോ നോക്കട്ടെ. മസിലുണ്ടോ വേദു? വേദുന്റെ മസിൽ കാണിക്ക് വേദു അമ്മക്ക്. വേദു അതാണ് മസിൽ. ഓപ്പൺ ആക്കട്ടെ. എഗ് ആയോ നോക്കട്ടെ. അതെ, എഗ്ഗും ബ്രെഡും. ഓംലെറ്റ് ആണോ? എനിക്ക് അത് വെച്ചിട്ട് കണ്ണും മൂക്കൊക്കെ വെക്കണം. ചെറിയ മുത്തൊക്കെ വെച്ചിട്ടേ 2 കണ്ണ് സ്നോമാൻ ഒക്കെ ഉണ്ടാക്കാം. കണ്ണ് ഇടുവോ, കണ്ണ് വെക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. അവനിപ്പോ ഒരു 2 മണിക്കൂർ ഇരുന്ന് കളിച്ചോ. 2 hours. അപ്പൊ ഞാൻ പോയി ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം. നൈസാണോ? നിങ്ങൾ പറ, ടോയ് നൈസാണോ, ബാത്ത് നൈസാണോ? ഇനി ഫുഡും കൂടെ കാണിച്ചു തരാം.
സുസു എവിടെയാ വെക്കുന്നത്? അമ്മ ഉണ്ടാക്കിയത് വേദു. പക്ഷെ വേദു അമ്മയെ അടി ഇവിടെ. ഇതിപ്പോ വേദുവിന് എടുക്കണം, പ്രിയ സമ്മതിക്കുന്നില്ല. എടുത്തോ മോനെടുത്തോ എടുത്തോ. സ്നോമാൻ. അപ്പൊ വേദുവിന്റെ പുതിയ ലഞ്ചാണ്. അവന് ഇഷ്ടമാണ്, കുറച്ച് ദിവസമായി കഴിക്കുന്നു. ആദ്യമേ നമ്മൾ എണ്ണയുടെ ഇതൊന്നുമില്ല കേട്ടോ, നെയ് അവനൊന്ന് നന്നാവുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓഫ് ഗീസ് ഗുഡ് എന്നൊക്കെ പറയും വൈറ്റിന് പോകാനും. ഇതിനതുകൊണ്ട് ഇതുവരെ കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഇല്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലിടും. ഓക്കെ, കുറച്ച് നെയ്യ് ചൂടാക്കും. അതുപോലെ കുറച്ച് ക്യാരറ്റ് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് കുറച്ചും കൂടി ഇടും, ഒന്ന് വാടാൻ വേണ്ടിയാണ്. ഈവൻ സോട്ട് ചെയ്ത് ഒന്ന് വാടാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്യാപ്സിക്കം, നെയ്യിൻ്റെ മണം. ഇതാണ് ഇതിൻ്റെ മെയിൻ മീന്. പിന്നെ രാത്രി ഇഡ്ഡലി, രാവിലെ ചോക്കോസ് അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് ടോസ്റ്റ്. അത് ഞാൻ പിന്നെ കാണിക്കാം. എല്ലാം കൂടെ കാണിച്ചതിൻ്റെ വീഡിയോൻ്റെ ലെങ്ത് കൂടും. കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ടുണ്ട്. ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിടും. ഓക്കെ, ഇതൊന്ന് നമ്മൾ മര്യാദയ്ക്ക് മിക്സ് ചെയ്യുക. കുറച്ച് എഗ്ഗും കൂടി ഇട്ട്. എഗ്ഗാണ് ഇതിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് പ്രോട്ടീൻ. ഇതിപ്പോൾ എല്ലാം ആയാലും ഏകദേശം നല്ല വെജിറ്റബിളും മാറ്റിക്കൊണ്ടിരിക്കും. വെജിറ്റബിൾസ് ചില ദിവസം ബീൻസ് ഇടും, പക്ഷെ മെയിൻ ക്യാരറ്റ് എന്തായാലും കാണും ഡെയിലി. അങ്ങനെ വൈറ്റ് റൈസും കൂടി ഇട്ട് കഴിയുമ്പോൾ വേദുവിൻ്റെ ലഞ്ച് റെഡി. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. വേദിന് മഷിൽ വരും, വേദ് സ്ട്രോങ് ആവും. ഗുഡ് ബോയ്. ശാശയുടെ മഷില. ഓക്കെ, അപ്പൊ ഇതായിരുന്നു കഴിഞ്ഞ ഒരു പുതിയ വ്ളോഗ്. വേദു ഇത് മൊത്തം കഴിക്കുന്നതായിരിക്കും. ആൻഡ് ഇനി നമ്മൾ വേറെ അടിപൊളി വ്ളോഗ്സ് ആയിട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ വ്ളോഗ് എൻജോയ് ചെയ്തെങ്കിൽ ഡെഫിനറ്റ്ലി ഡു കമന്റ്. എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണുന്നതിന് സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ. ഓക്കെ, എന്താ വേദു? ഓ വേദു അത് പിടിക്കുന്നതിന്റെ ഫോട്ടോ എടുക്കണം. അപ്പ എടുക്കാം കേട്ടാ.